പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പസ്തോലനായ പൗലോസ് ഫിലിപ്പിയ സഭയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വാക്യമായത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഹിതമറിഞ്ഞ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നാം പ്രവർത്തിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 2:16 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. നാം ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം കർത്താവിനെ പോലെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ, കർത്താവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നന്നായി പഠിക്കണം, ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തണം, ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ നാം ശ്രമിക്കണം. എന്താ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത? നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത വേദപുസ്തകത്തിൽ പല വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമാണ്. ഒരു വ്യക്തിയെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കും, ഒരിക്കലും ഒരാളെ തളർത്തിക്കളയത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പോയാൽ ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും, എന്നെക്കാട്ടിലും വലിയവ ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത അതേ കർത്താവ് താൻ ചെയ്തതിലും വലുത് ചെയ്യാൻ നമ്മെ ആക്കിയിരിക്കുന്നു. ലോകത്തിൽ ഒരു ഗുരുവും തൻ്റെ ശിഷ്യന്മാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത നമ്മെ ശ്രേഷ്ഠന്മാരാക്കി, നമ്മെ കൊള്ളാവുന്നവരാക്കി, നമ്മെ വലിയവരാക്കി തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് ആ കൈ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പറയും, എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിൻ്റെ പദ്ധതി അത് വലുതാ, അത് ശ്രേഷ്ഠകരമാണ്. അങ്ങനെയെങ്കിൽ അതേ ഭാവം നമ്മിലും ഉണ്ടായിരിക്കണം. നാം മറ്റുള്ളവരെ നമ്മെക്കാട്ടിലും ശ്രേഷ്ഠനെന്ന് എണ്ണണം. നിങ്ങൾക്കറിയാമല്ലോ, യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്ന ആ സംഭവം. യേശു നടക്കുന്നത് കണ്ടിട്ട് പത്രോസിനൊരു ആഗ്രഹം വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ. യേശു കർത്താവ് പറഞ്ഞു, വരിക. നിനക്ക് നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയല്ല തമ്പുരാൻ ചെയ്തത്. തമ്പുരാൻ പറഞ്ഞു, വരിക. ആർക്കും നടക്കാമായിരുന്നു, ഏത് ശിഷ്യനും നടക്കാമായിരുന്നു. എന്നാൽ 11 പേര് നോക്കി നിൽക്കെ പത്രോസ് തൻ്റെ കാല് വെള്ളത്തിൽ വെച്ചു. അവൻ വെള്ളത്തിൽ നടക്കാൻ തുടങ്ങി. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ തളർത്തിക്കളയുന്ന ദൈവമല്ല, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രവാചകനായ യെശയ്യാവിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന ശിഷ്യന്മാരുടെ നാവ് നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന്. നിങ്ങൾക്ക് ദൈവം തരേണ്ട നാവ് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതാ, മറ്റുള്ളവരെ താഴ്ത്തുന്ന, മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന വാക്കല്ല നമ്മുടെ വായിൽ വരേണ്ടത്. നമ്മുടെ വായിൽ പ്രോത്സാഹിപ്പിക്കുന്ന ലാവണ്യ വാക്കുകൾ കർത്താവ് തരുമാറാകട്ടെ. 2, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും വരുമ്പോൾ അവൻ ഏറ്റവും ആശ്വാസമായി തരും. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിത്തിരിക്കും. ഹല്ലേലൂയ. ലാസറിൻ്റെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒരു വേർഡ് പറഞ്ഞ് ആശ്വസിപ്പിച്ച് മടങ്ങി വരിക മാത്രമല്ല, അവരുടെ ആശ്വാസത്തെ പൂർത്തീകരിപ്പാൻ മരിച്ചവനെ ഉയർപ്പിച്ചു. യായിറോസിൻ്റെ വീട്ടിൽ പോയി അനുശോചന പ്രസംഗം നടത്തി വന്ന ഒരു കർത്താവല്ലല്ലോ നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുകയും ആശ്വാസത്തോടൊപ്പം തന്നെ മരിച്ചവളെ ജീവനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. കർത്താവ് പോയിട്ട് കാനാവിലെ കല്യാണ വീട്ടിൽ പോയിട്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് വരികയല്ല, അവിടുത്തെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെട്ടു. അവൻ മനസ്സലിവുള്ളവനായി, ആർദ്രതയുള്ളവനായി അവൻ ഇടപെട്ടു. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതാ, അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവം, അവൻ മനസ്സലിവുള്ള ദൈവം. പ്രിയരെ, ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ഭാവം അതാ. നാം പോയിട്ട് എവിടെങ്കിലുമൊക്കെ ചെന്നിട്ട് ഒരു പ്രശ്നം കണ്ടിട്ട് ഒഴിഞ്ഞു മാറുകയല്ല, അവരോട് കരുണ കാണിക്കണം, മനസ്സലിവ് കാണിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. ഇതാ 3-ാമതായി എന്താ കർത്താവിൻ്റെ പ്രത്യേകത? അവൻ കൂട്ടായ്മയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. കൂട്ടായ്മയെ
കലക്കുന്ന ദൈവമല്ല, കൂട്ടായ്മയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. 2 3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. ലോക അവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഇമ്മാനുവേൽ, അവനാ നമ്മുടെ ദൈവം. കൂട്ടായ്മയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം, കൂട്ടായ്മയെ ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ദൈവം. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. പ്രിയരെ, ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ക്രിസ്തയേശുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടോ? നിങ്ങൾ കൂട്ടായ്മയെ കലക്കുന്നവരാണോ? കൂട്ടായ്മയെ പണിയുന്നവരാണോ? നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാണോ? മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നവരാണോ? നിങ്ങൾ മനസ്സലിവുള്ള വ്യക്തിയാണോ? അതോ കഠിന ഹൃദയനാണോ? പ്രിയരെ, ക്രിസ്തയേശുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവരെ നല്ല വാക്കു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഈ വചനം കേട്ട നിൻ്റെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഇവർ ക്രിസ്തയേശുവിൻ്റെ ഭാവം നിറഞ്ഞവരായി ഈ ലോകത്തിൽ ജയത്തോടെ ജീവിപ്പാൻ ഇവരെ നീ ബലപ്പെടുത്തണം. ഇവരുടെ വായിൽ പ്രോത്സാഹനത്തിൻ്റെ നല്ല വാക്കുകളെ ദൈവം കൊടുക്കണം. മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ, ആർദ്രത കാണിക്കാനുള്ള നല്ല മനസ്സ് ഇവർക്ക് കൊടുക്കണം കർത്താവേ. അതുപോലെ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിച്ച് കൂട്ടായ്മകളെ, ദൈവിക ഫെലോഷിപ്പുകളെ പണിയുന്നവരായി ഇവരെ മാറ്റണം. ഇവരെ കുടുംബത്തെ പണിയുന്നവരായി, ദേശത്തെ പണിയുന്നവരായി, കൂട്ടായ്മകളെ പണിയുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.